Good morning to all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കോ ചെയിന്റെ ലിമിറ്റിംഗ് പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മാർക്കോ ചെയിന്റെ തന്നെ വേറൊരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ആ പ്രോബ്ലം അതായിരുന്നു: എ മാൻ either drives a car or catches a train or a bus to go to office every day. Suppose that the transition probability matrix for this Markov chain is given by P. P is 3/3 matrix, where state 0, 1 and 2 denote a car, a train and a bus respectively. Suppose that on the first day of the week the man tossed a fair coin and took a train to work if a head appeared, or a bus to work if a tail appeared. Find the probability that, first question, he will take a train on third day of the week. Second question, he will take a bus to go to office on the fourth day of the week. അതായത് ഒരു ആള് അയാൾക്ക് ഓഫീസിൽ പോകാൻ വേണ്ടി 3 രീതിയിലുള്ള ട്രാവലിംഗ് മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ കാറ്, അല്ലെങ്കിൽ ട്രെയിന്, അല്ലെങ്കിൽ ബസ്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നായിട്ടാണ് അങ്ങനെ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പൊ അതിനുള്ള ഇതൊരു മാർക്കോ ചെയിൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിലെ എക്സ് എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ട്രാവലിംഗ് മെത്തേഡ്സ് ആണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: എക്സ് ദ മോഡ് ഓഫ് ട്രാവലിംഗ് ഓൺ nth ഡേ. ഓക്കെ, ഇനി നമുക്ക് 3 തരത്തിലുള്ള ട്രാവലിംഗ് മോഡാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്: കാറ്, ട്രെയിന്, ബസ്. അപ്പോൾ കാറിനെ 0 എന്നും ട്രെയിനിനെ 1 എന്നും ബസ്സിനെ 2 എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എക്സ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, അല്ലെങ്കിൽ അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിളിന്റെ സ്റ്റേറ്റ്സുകളായിരിക്കും 0, 1, ഈ 3 വാല്യൂസ് മാത്രമേ എക്സ് n എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ദിവസം ആണ് എന്നിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 0th ഡേ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ എന്ന രീതിയിൽ ഇപ്പൊ ഫസ്റ്റ് ഡേ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ പോകും. അതായത് ഡിസ്ക്രീറ്റ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേജ് ഉള്ള ഒരു റാൻഡം പ്രോസസ് ആണ് ഈ എക്സ് എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മാർക്കോ ചെയിൻ ആയിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. ഇത് മാർക്കോ ചെയിൻ ആണോ അല്ലേ എന്നുള്ളതല്ല, മാർക്കോ ചെയിൻ ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് ഈ മാർക്കോ ചെയിന്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് നമുക്ക് ഇവിടെ പി എന്ന് പറഞ്ഞിട്ട് 3/3 മെട്രിക്സ്, അതായത് ഓരോ സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റുകളിലേക്ക് 1 സ്റ്റെപ്പിൽ പോകാനുള്ള 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് പി തന്നിട്ടുണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് ഒരു ഇനീഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കൂ. ഓൺ ദ ഫസ്റ്റ് ഡേ, ഒരു വീക്കിന്റെ ആദ്യത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കോയിൻ ടോസ് ചെയ്യും. ഫസ്റ്റ് ഡേയിൽ അദ്ദേഹം കാർ യൂസ് ചെയ്യില്ല, എന്തേ ഉപയോഗിക്കുള്ളൂ, ഒരു ട്രെയിനോ ബസ്സോ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ട്രെയിനോ പോകണോ ബസ്സിന് പോകുന്നോ തീരുമാനിക്കുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യും, ഒരു ഫെയർ കോയിൻ ടോസ് ചെയ്യും. അപ്പോൾ ഹെഡ് വീഴുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഹെഡ് വീണാൽ ട്രെയിനും ടെയില് വീണാൽ ബസ്സും യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഇനീഷ്യൽ പ്രോബബിലിറ്റി, അതായത് സ്റ്റാർട്ടിംഗ് ടൈം, ഫസ്റ്റ് ഡേ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഡേ ടൈം 1 വിവിധ സ്റ്റേറ്റ്സ്, അതായത് 0, 1 to 3 സ്റ്റേറ്റ്സ് ആണുള്ളത്, അത് അച്ചീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റ് ഡേയില് കാർ ഉപയോഗിക്കുന്നേ ഇല്ല, ട്രെയിനോ ബസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർ യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഫസ്റ്റ് ഡേയിൽ 0. പിന്നെ ട്രെയിനോ ബസ്സോ ഏതാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ തീരുമാനിക്കുന്നത്, കോയിൻ ടോസ് ചെയ്തിട്ടില്ലേ, ഹെഡ് വീണാല് ബസ് ട്രെയിന്, ടെയില് വീണാല് ബസ്. അപ്പോ ട്രെയിൻ ഉപയോഗിക്കാനുള്ള പ്രോബബിലിറ്റി 1/2, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അതുപോലെ ബസ് ഉപയോഗിക്കാനുള്ള പ്രോബബിലിറ്റി, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. ഇതാണ് ഇനീഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മുടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, 3ാമത്തെ ദിവസം ട്രെയിൻ ഉപയോഗിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മള് P of 3 അല്ലേ കമ്പ്യൂട്ടറിന്റെ,
മൂന്നാമത്തെ ദിവസത്തെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുന്നത് ഏതിലാണ്? P(3) P(3) എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? P(n) കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അതെല്ലാവരും ഓർത്തിരിക്കാം. P(0) ഇൻറ്റു P(n), അതായത് ഇനീഷ്യൽ പ്രോബിലിറ്റി ഇൻറ്റു P(n)th പവർ. നമ്മുടെ ഇവിടെ ഇനീഷ്യൽ ടൈം 1 ആണ്. ചില സമയത്ത് ഇനീഷ്യൽ ടൈം 0 ആയിരിക്കും. ഇവിടെ ഇനീഷ്യൽ ടൈം 1 ആണ്. അപ്പൊ നമുക്കിവിടെ ഇനീഷ്യൽ ടൈമിലുള്ള പ്രോബിലിറ്റി P(1) ഇൻറ്റു എന്തായിരിക്കും വേണ്ട? P(2) അല്ലെ? ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഇവിടെ P(3) ആണ് കണ്ട, മൂന്നാമത്തെ ദിവസം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം P(2) കിട്ടാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇത് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ്. നമ്മളിവിടെ ഇനീഷ്യൽ ടൈം 1 ആയതുകൊണ്ട് P(2) എന്ന് പറയുന്നത് P(1) ഇൻറ്റു P ആയിരിക്കും. ഇനി അടുത്ത P(3) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, P(1) ഇൻറ്റു P² ആയിരിക്കും. ഇവിടെ ഇനീഷ്യൽ ടൈം 0 ആണെങ്കിൽ ശരിക്കും ഇതെന്താ വരിക? ഇനീഷ്യൽ ടൈം 0 ആയിരുന്നെങ്കിൽ P(0) ഇൻറ്റു P⁻³ അല്ലെങ്കിൽ P³ എന്നാണ് വരിക. പക്ഷെ ഇവിടെ ഇനീഷ്യൽ ടൈം 1 ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇനീഷ്യൽ ടൈം 1 ആയതുകൊണ്ടാണ് P(3) എന്ന് പറയുന്നത് P(1) ഇൻറ്റു P² ആയത്. ഓക്കെ, അപ്പൊ P(1) ഇവിടെ നമുക്കറിയാം 0, 1/2, 1/2 ഇൻറ്റു P²ന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് P². അത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യണം. 0.5, 0.2, 0.3, 0.4, 0.5, 0.1, 0.2, 0.6, 0.2 ദിസ് ഹോൾ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളത് ചെയ്താൽ മതി. അങ്ങനെ ഈ സ്ക്വയർ P-യുടെ കമ്പ്യൂട്ട് ചെയ്ത് അതിനെ ഈ റോ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. 0.4, 0.425, 0.175. ഇവിടെ വേണമെങ്കിൽ മേലെ 0, 1, 2. അതായത് മൂന്നാമത്തെ ദിവസം 3 തരത്തിലുള്ള ട്രാവൽ മെത്തേഡ് ഉപയോഗിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പൊ നമുക്കിതില് മൂന്നാമത്തെ ദിവസം ട്രെയിൻ ഉപയോഗിക്കാനുള്ള പ്രോബിലിറ്റി എന്തെന്നാണ് ചോദ്യം. ട്രെയിനിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതുകൊണ്ടാണ്? യെസ്, 1 കൊണ്ടാണ് അല്ലെ? 1 ആണ് ട്രെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ പ്രോബിലിറ്റി ഓഫ് x3 = 1. തേർഡ് ഡേയില് സ്റ്റേറ്റ് 1 അച്ചീവ് ചെയ്യില്ല, അതായത് ട്രെയിൻ ഉപയോഗിക്കാനുള്ള പ്രോബിലിറ്റി. അതിൽ നിന്ന് എങ്ങനെ കിട്ടുന്നത്? ദിസ് 0.425 അല്ലെ? ഇതാണ് ആ പ്രോബിലിറ്റി, 0.425. ഇനി ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 4th ഡേയില് ബസ് ഉപയോഗിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പൊ 4th ഡേയിലുള്ള പ്രോബിലിറ്റിനെ പറ്റി പറയുന്ന ഇതിലാണ് P(4) അല്ലെ? അപ്പൊ P(4) എന്തായിരിക്കും? P(1) ഇൻറ്റു P³ എന്നായിരിക്കും അല്ലെ? ഇവിടെ P(3), P(1) ഇൻറ്റു P². അപ്പൊ ഇവിടെ P(1) ഇൻറ്റു P³. P(1) എന്താണ്? ഇനീഷ്യൽ പ്രോബിലിറ്റി അല്ലെ? അതെന്താണ്? ഇത് 0, 1/2, 1/2 ഇൻറ്റു 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ്, അതിന്റെ raised to 3. ഓക്കെ, അങ്ങനെ ഇത് തമ്മിലും തേർഡ് പവർ കണ്ട് ഈ റോ മെട്രിക്സ് തൊട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതായിരിക്കും. 0.405, 0.3975, 0.175. അപ്പം ബസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്? ബസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് 3 വെച്ചാണ്. അതുകൊണ്ട് ഇതിൽ ഏതായിരിക്കും നമുക്ക് ആവശ്യമുള്ള പ്രോബിലിറ്റി? യെസ്, ലാസ്റ്റ് വൺ അല്ലെ? അതായത് പ്രോബിലിറ്റി ഓഫ് x4 = 1. 4th ഡേയില് ബസ് ഉപയോഗിക്കാനുള്ള പ്രോബിലിറ്റി, അതായത് 3 എന്നുള്ള സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി
ഇവിടെ ഇവിടെ സെറ്റ് ചെയ്യുക 1975 തന്നെ കേട്ടോ. 1975 എന്നാണ്. അപ്പോൾ ഇവിടെ 0.1975 എന്നാണ് ആ പ്രോബിലിറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇനി നമ്മളൊരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നല്ല മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ വിട്ടുപോയതായിരുന്നു. അത് ഇതായിരുന്നു, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിന്റെ ഒരു ബന്ധപ്പെട്ട പ്രോബ്ലം. അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാണാനുള്ള പ്രോബ്ലം ഞാൻ ചെയ്തു. പക്ഷെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നു കഴിഞ്ഞിട്ട് അതുപയോഗിച്ച് ഓട്ടോ കോറിലേഷൻ എങ്ങനെ കാണാം എന്നുള്ളതിന്റെ പ്രോബ്ലം ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തായിരുന്നു പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിന്റെ ഫോർമുല? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ റാൻഡം പ്രോസസ് ഈസ് defined as Sx of omega. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിനെ Sx of omega എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. That is equal to integral minus infinity Rx of tau into e raised to minus I omega tau d tau. അതായത് ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഓട്ടോ കോറിലേഷൻ ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഇതൊരു ഒമേഗയിലുള്ളത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഒമേഗയിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടാം. ഒമേഗയിലുള്ള ഫംഗ്ഷനാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് കാണാനുള്ള പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഞാൻ പറഞ്ഞു പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി പറഞ്ഞാൽ ഓട്ടോ കോറിലേഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ട് ഓട്ടോ കോറിലേഷൻ കിട്ടും. അതായത് Rx of tau is equal to 1/2π integral minus infinity to infinity xx of omega e raised to I omega tau d omega. ഓക്കെ, അതായത് ഇതിന്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക, 1/2π മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടോയിലുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനാണ് എന്ത് ഇതിന്റെ ഓട്ടോ കോറിലേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ അന്ന് ചെയ്യാൻ വിട്ടുപോയത്. അപ്പൊ അതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി of a WSS process is Sx of omega is equal to 1 if mod omega less than omega naught, 0 otherwise. Question, find auto correlation Rx of tau എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് Rx of tau കാണാനുള്ള ഫോർമുല ഇവിടെ എഴുതിയിട്ട് നോക്കി ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഇവിടെ Xx of tauയുടെ ഡെഫിനിഷൻ നോക്കൂ. മോഡ് ഒമേഗ ലെസ് താൻ ഒമേഗ നോട്ട് ആകുമ്പോൾ 1. അതായത് മോഡ് ഒമേഗ ലെസ് താൻ ഒമേഗ നോട്ട് എന്ന് പറയുമ്പോൾ അത് ഏത് ഇന്റർവെല്ലിലാണ് സൂചിപ്പിക്കുന്നത്? മൈനസ് ഒമേഗ നോട്ട് ലെസ് താൻ ഒമേഗ മൈനസ് ഒമേഗ നോട്ടിനും പ്ലസ് ഒമേഗ നോട്ടിനും ഇടയ്ക്കുള്ള ആ ഇന്റർവെല്ലിനെയാണ് മോഡ് ഒമേഗ നോട്ട് ലെസ് താൻ ഒമേഗ നോട്ട് എന്ന് പറയുന്നത്. സോ ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണ്. 1 കിട്ടുന്നത് ഈ ഒരു ഇന്റർവെല്ലിൽ മാത്രം. അപ്പൊ നമുക്ക് മൈനസ് ഇൻഫിനിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എസ് ഓഫ് ഒമേഗ നോൺ സീറോ ആയിട്ട് വരുന്ന ആ ഇന്റർവെൽ ഏത് മാത്രമാണ്? മൈനസ് ഒമേഗ നോട്ട് മുതൽ പ്ലസ് ഒമേഗ നോട്ട് വരെയുള്ള ആ റേഞ്ചിൽ എസ് എഫ് ഓഫ് ഒമേഗയുടെ വാല്യൂ 1, ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ഒമേഗ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഈ ഇന്റർവെൽ ഇവാലുവേറ്റ് ചെയ്യാം. 1/2π 1 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗയുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ചെയ്യേണ്ടത്? ഒമേഗ
ടോയിലല്ല ഒമേഗയിലാണ് ഇന്റഗ്രേഷൻ ചെയ്തത്. മൈനസ് ഒമേഗ നോട്ട് ടു ഒമേഗ നോട്ട്. ഇനി 1/2π ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇ റൈസ് ടു ഐ ഒമേഗ നോട്ട് ടോ മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ നോട്ട് ടോ ഡിവൈഡ് ബൈ ഐ ടോ. ഇതാണ് ഐ. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്. ഇതാണ് നമുക്ക് അതിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആയിട്ട് കിട്ടുന്നത്. വേണമെങ്കിൽ ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം, വേണമെന്നില്ല. എത്ര ഇങ്ങനെ എഴുതിയാൽ തന്നെ ആൻസർ ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം കൂടി ഇതിന്റെ ചെയ്യാം. The power spectral density of a WSS process is Sx of omega is equal to B by A into A minus mod omega if mod omega less than or equal to A, 0 if mod omega greater than A. Question: find the autocorrelation function Rx of tau. Find the autocorrelation function Rx of tau. അപ്പോൾ നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത മെത്തേഡിൽ തന്നെ എന്താണ് Rx of tau is equal to 1/2π integral minus infinity infinity Sx of omega into e raised to I omega tau d omega. അപ്പൊ ഇവിടെ നമ്മള് ഒമേഗയുടെ ലിമിറ്റ് നോക്കൂ. മോഡ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ മൈനസ് എ ലെസ് ദാൻ ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഈ റേഞ്ചില് Sx of omega വാല്യൂ b by a into a minus mod omega. ബാക്കിയുള്ള സ്ഥലത്ത് 0. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇന്റഗ്രൽ ലിമിറ്റിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? നോൺ സീറോ ലിമിറ്റ് വാല്യൂ കിട്ടുന്ന മൈനസ് എ എന്ന് പറയുന്ന ലിമിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയുള്ള സ്ഥലത്തും Sx of omega വാല്യൂ എന്താണ്? 0. ഓക്കെ, ഇനി Sx of omega വാല്യൂ എന്താണ് ഈ റേഞ്ചിൽ? b by a into a minus mod omega e raised to I omega to d omega. 1/2π. ഇനി ഇവിടെ മോഡ് ഒമേഗ ഉണ്ട്. മോഡ് ഒമേഗയുടെ ഡിപ്പെൻഡ്സ് ഓൺ അത് നെഗറ്റീവ് റേഞ്ചിലാകുമ്പോൾ മോഡ് ഒമേഗന്റെ ഡെഫിനേഷൻ എല്ലാവർക്കും അറിയാലോ. എന്താണ് മോഡ് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇഫ് ഒമേഗ ലെസ് ദാൻ 0 പ്ലസ് ഒമേഗ ഇഫ് ഒമേഗ ഗ്രേറ്റർ ദാൻ 0 അല്ലെ, മോഡുലസിന്റെ ഡെഫിനേഷൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വാല്യൂ വരുന്ന ഒരു ഇന്റർവെല്, പോസിറ്റീവ് വാല്യൂ വരുന്ന ഒരു ഇന്റർവെല്, അങ്ങനെ രണ്ട് രീതിയിലുള്ള ഇതിൽ ഈ ഇന്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് മൈനസ് എ ടു 0 ആ റേഞ്ചില് ബി ബൈ എ ഇൻറ്റു എ മൈനസ് മോഡ് ഒമേഗയുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂ വരുന്ന ഈ റേഞ്ചിൽ എന്തായിരിക്കും? മൈനസ് ഒമേഗ അല്ലെ. സോ ഇറ്റ് ഈസ് മൈനസ് ഒമേഗ ഇ റൈസ് ഐ ഒമേഗ ടോ ഡി ഒമേഗ. അതിനു മുന്നേ അതിനു മുന്നേ നമുക്കൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഇ റൈസ് ടു ഐ തീറ്റയുടെ ഡെഫിനേഷൻ എല്ലാം നമുക്കറിയാം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, നമ്മൾ ആ ഒരു ഡെഫിനേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 1/2π മൈനസ് എ ടു എ ബി ബൈ എ മൈനസ് മോഡ് ഒമേഗ ഇ റൈസ് ടു ഐ തീറ്റ എന്ന മോഡലല്ലേ ഇവിടെ ഉള്ളത്? ഇ റൈസ് ടു ഐ ഒമേഗ ടോ എന്ന്.
അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? കോസ് തീറ്റയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? ഒമേഗ ടോ അല്ലെ? കോസ് ഒമേഗ ടോ പ്ലസ് ഐ സൈൻ ഒമേഗ ടോ ഡി ഒമേഗ. ഇനി നമ്മൾ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. മൈനസ് എ ടു എ ബി ബൈ എ മൈനസ് മോഡ് ഒമേഗ കോസ് ഒമേഗ ടോ ഡി ഒമേഗ പ്ലസ് ബി ബൈ എ ഇന്റഗ്രൽ മൈനസ് എ ടു എ ബി ബൈ എ മൈനസ് മോഡ് ഒമേഗ ഇൻറ്റു ഐ സൈൻ ഒമേഗ ടോ ഡി ഒമേഗ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു ഇന്റഗ്രേഷന്റെ ഒരു പ്രോപ്പർട്ടി, ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇന്റഗ്രൽ ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 if f of x is an odd function 2 times 0 to a f of x dx if f of x is even function ആണെങ്കിൽ 2 times 0 to a f of x dx ആ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അതിനിവിടെ നോക്കൂ, ഇവിടെ ഒമേഗയിലുള്ള ഒമേഗയാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഒമേഗ എന്നുള്ളതാണ് ഇവിടുത്തെ വേരിയബിൾ. വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലാണ് ഇന്റഗ്രേഷൻ. അപ്പൊ എ മൈനസ് മോഡ് ഒമേഗ മോഡുലസ് ഓഫ് എ മോഡുലസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഈവൻ. ഓക്കെ. അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്, എ മൈനസ് മോഡ് ഒമേഗ. അതുപോലെ കോസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് ടു ഈവൻ ഫംഗ്ഷൻ ഈസ് ഈവൻ. സോ ഇത് ഈവൻ ഫംഗ്ഷൻ, ഇവിടെ ഇത് ഈവൻ ഫംഗ്ഷൻ. സൈൻ ഓഡ് ഫംഗ്ഷൻ. ഒരു ഓഡ് ഫംഗ്ഷന്റെ ഒരു ഈവൻ ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് ഓഡ് ഫംഗ്ഷനാണ് കിട്ടുക, ഈ മൊത്തത്തിലുള്ള പ്രൊഡക്റ്റ്. അപ്പോ ഇത് ഓഡ് ഫംഗ്ഷൻ, ഇത് ഈവൻ ഫംഗ്ഷൻ. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് എ ടു എ റേഞ്ചിൽ വരുമ്പോ ആ ഇന്റഗ്രൽ എങ്ങനെയായിട്ട് മാറുന്നതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 2 times 0 to a b by a മൈനസ് മോഡ് ഒമേഗ കോസ് ഒമേഗ ടോ ഡി ഒമേഗ. രണ്ടാമത്തെ ഇന്റഗ്രൽ ഈ പ്രോപ്പർട്ടി ആയത് എന്താകും? ഓഡ് ഫംഗ്ഷൻ ആയത് 0 ആയിപ്പോവും. ഇവിടെ 2 ക്യാൻസൽ, 1 by പൈ, ബി ബൈ എ പുറത്ത്. 0 to a എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റേഞ്ച്. പോസിറ്റീവ് റേഞ്ചിൽ മോഡുലസ് ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗ ഈസ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a മൈനസ് ഒമേഗ കോസ് ഒമേഗ ടു ഡി ഒമേഗ ആണ് കിട്ടുക. ഇനി ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈഡ്. 1 by b by പൈ a ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസിന്റെ സൈൻ ഒമേഗ ടോ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലാണ് ഇന്റഗ്രേഷൻ. അപ്പൊ ടോ ഡിനോമിനേറ്ററിൽ 0 to a മൈനസ് ഇന്റഗ്രൽ 0 to a ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് -1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ ടോ ഡിവൈഡ് ബൈ ടോ ഡി ഒമേഗ. ഇനി ബി ബൈ പൈ എ ലിമിറ്റ് കൊടുക്കുക. എ കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗക്ക് 0, ഒമേഗക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 ആയതുകൊണ്ട് അതും 0 ആയി പോകും. അപ്പൊ 0 മൈനസ് 0 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 0 to a സൈൻ ഒമേഗ ടോ ഡിവൈഡ് ബൈ ടോ ഡി ഒമേഗ ബി ബൈ പൈ എ. ടോ കോൺസ്റ്റന്റ് ആണ് പുറത്തെടുക്കാം. സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടോ ബൈ ടോ 0 to a ബി ബൈ പൈ എ ടോ സ്ക്വയർ. ഒരു മൈനസും പുറത്തെടുക്കുന്നു, ഇവിടെയുള്ള മൈനസ്. ഇനി ഒമേക്ക് വാല്യൂ കൊടുക്കുക. എ കൊടുത്തു കഴിഞ്ഞാൽ കോസ് എ ടോ മൈനസ് കോസ്
ഒമേഗ 0 എടുത്ത കോസ് 0 1. ഈ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസിന്റെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ 1 മൈനസ് കോസ് എ ടോ ഡിവൈഡ് ബൈ പൈ എ ടോ സ്ക്വയർ. ദിസ് ഫംഗ്ഷൻ ഈസ് ദ ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ റാൻഡം പ്രോസസ്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.